സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിഷ്കരിക്കുവാനുള്ള നിർദ്ദേശം ഇടുക്കിയിൽ നടപ്പാക്കുവാൻ ബുദ്ധിമുട്ടെന്ന് വിലയിരുത്തൽ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി ഉൾപ്പെടെയുള്ളവ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ നിലവിലെ ഭക്ഷ്യവിതരണം തന്നെ അധ്യാപകർക്ക് ബാധ്യതയെന്ന സാഹചര്യത്തിൽ പുതിയ പരിഷ്കരണം ബുദ്ധിമുട്ട് ആകുമെന്നാണ് ഉയരുന്ന അഭിപ്രായം. പച്ചക്കറികൾക്ക് ബദലായി മൈക്രോ ഗ്രീനുകൾ മാസത്തിൽ 1-2 ദിവസം ഉൾപ്പെടുത്തുമെന്നായിരുന്നു അറിയിപ്പ്. ഇലക്കറികളിൽ പയർ, പരിപ്പ് എന്നിവ ചേർക്കും. ആഴ്ചയിൽ 1 ദിവസം ഫോർട്ടിഫൈഡ് അരി ഉപയോഗിച്ച് വെജിറ്റബിൾ ഫ്രൈ റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി എന്നിവ നൽകും. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത ചമ്മന്തി തൊടുകറിയായി വിളമ്പും. ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തി റാഗി ബോൾസ്, റാഗി കൊഴുക്കട്ട, ക്യാരറ്റ് പായസം തുടങ്ങിയ വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയതായും വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് നിലവിലെ സാഹചര്യത്തിൽ പ്രാവർത്തികമാകില്ല എന്നാണ് വിവിധ സ്കൂളുകളിലെ PTA കമ്മിറ്റി അധികൃതർ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന പുതിയ സർക്കാർ സ്കൂളുകളിലെ ഉച്ചഭക്ഷണം, പുതിയ മെനു എന്തുകൊണ്ടും സ്കൂളിലെ അധ്യാപകർക്കും മറ്റ് PTAക്കും അത് വലിയൊരു ബാധ്യതയാകുമെന്നാണ് ഇത്തരത്തിൽ പറയാനുള്ളത്. കാരണം ഇപ്പൊ പഴയ ഭക്ഷണ രീതിയുടെ ഫണ്ട് പോലും 4-5 മാസം കൂടുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. അതും അഡ്വാൻസ് ചെയ്ത് ഒന്നെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇതിന് ചുമതല വഹിക്കുന്ന അധ്യാപകരുടെ കയ്യിൽ നിന്നുമാണ് ഈ ഫണ്ടുകൾ കണ്ടെത്തുന്നത്. ആ രീതിയിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകൾ പോലും ഇപ്പോൾ ഗവൺമെന്റ് 4-5 മാസം കൂടുമ്പോഴാണ് കൊടുക്കാറുള്ളത്. ചില അധ്യാപകർ റിട്ടയർഡായി പോകുമ്പോഴാണ് ആ ഫണ്ട് അവർക്ക് കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. അപ്പോൾ പുതിയ ഈ മെനു ഒരു കാരണവശാലും നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നാണ് എൻ്റെ പൊതുവായ ഒരു അഭിപ്രായം. സർക്കാർ കൂടുതൽ ഫണ്ടുകൾ അനുവദിച്ചെങ്കിൽ മാത്രമേ പുതിയ പരിഷ്കാരം നടപ്പിലാക്കാനാകൂ എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.